ബഹുമുഖവും ആകർഷകവുമായ സെഡാർബെ ചെറി എന്ന ഒരു ഫലവൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് അലങ്കാര മൂല്യത്തിനും രുചികരമായ ഭക്ഷണത്തിനും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പൂന്തോട്ടങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങൾക്കും വളരെ നല്ല മനോഹാരിതയെ നൽകുന്നു. സെഡാർബെ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ ഭക്ഷ്യ വൈദ്യ ഉപയോഗങ്ങൾ, പുനരുൽപാദനം എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ഉഷ്ണമേഖലാ ഫലവൃക്ഷമാണിത്. മെർട്ടേസി കുടുംബത്തിലെ കുറ്റിച്ചെടിയോ ചെറിയ വൃക്ഷമോ ആയ ഇതിന്റെ ശാസ്ത്രീയ നാമം യുജീനിയ റെയിൻവാർട്ടിയ എന്നാണ്. വടക്കൻ ക്വീൻസ്ലാൻഡ്, ഇന്തോനേഷ്യ, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ വനങ്ങളാണ് ഇതിന്റെ ജന്മദേശം. ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് സെഡാർബെ ചെറി എന്നാണ്. അതുകൂടാതെ ബീച്ച് ചെറി, മൗണ്ടൻ സ്റ്റോപ്പർ, നിയോയ്, അബാങ് എന്നൊക്കെ പല പ്രാദേശിക ഭാഷകളിലും അറിയപ്പെടുന്നുണ്ട്. വടക്കൻ ഓസ്ട്രേലിയയിലെ സെഡാർബെ നാഷണൽ പാർക്കിന് ചുറ്റും ഈ വൃക്ഷം സർവ്വസാധാരണമാണ്. അതിനാലായിരിക്കാം ഈ ചെടിക്ക് സെഡാർബെ ചെറി എന്ന പേര് ലഭിച്ചത്. 1970കളിൽ അവിടെ താമസിച്ചിരുന്ന ഹിപ്പികൾക്കിടയിൽ വളരെ ഭക്ഷ്യയോഗ്യമായ ഒരു ജനപ്രിയ ഭക്ഷണമായിരുന്നു ഇത്. ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡ് തീരത്ത് ഡെയിൻട്രി മഴക്കാടുകളിലെ മുമ്പ് പറഞ്ഞ സെഡാർബെക്കൊപ്പം ഒരു സംരക്ഷിത വനപ്രദേശം തന്നെയുണ്ട്. ബോട്ടിലും കാൽനടയായി മാത്രമാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്. അവിടെ ക്വീൻസ്ലാൻഡ് പാർക്കും വൈൽഡ് ലൈഫ് സർവീസും മുഖേന ഈ ചെടിയെ അവർ സംരക്ഷിക്കുന്നു. കൂടാതെ നിരവധി സെഡാർബെ ചെറി മരങ്ങളുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഴക്കാട് സന്ദർശിക്കാൻ പെർമിറ്റ് എടുത്തെങ്കിൽ മാത്രമേ കടത്തിവിടാറുള്ളൂ. ഓസ്ട്രേലിയയിലെ യഥാർത്ഥ നിവാസികളായ ആദിവാസി ഓസ്ട്രേലിയക്കാരുടെ കാലം മുതൽ ഉപജീവനത്തിന്റെ ഉറവിടം പ്രദാനം ചെയ്ത ഒരു കൂട്ടം ഭക്ഷണങ്ങളിൽ ബുഷ് ഫുഡ് അല്ലെങ്കിൽ ബുഷ് ടക്കർ എന്ന കൂട്ടത്തിൽ ഈ പഴവും അറിയപ്പെടുന്നു. ഓസ്ട്രേലിയക്ക് പുറമെ പാപ്പ ന്യൂഗിനിയ, ഹവായ്, ഇന്തോനേഷ്യ എന്നിവയുടെ ഭാഗങ്ങളിൽ ഈ മരം വളരുന്നതായി കാണാം. ഈ ചെടി സമൃദ്ധമായി തീരപ്രദേശങ്ങളിലും മഴക്കാടുകളിലും അതുപോലെ പാറകൾ നിറഞ്ഞ ബീച്ച് ഫോണുകളിലും വരണ്ട ക്രീക്ക് ബെഡുകളിലും തഴച്ചു വളരുന്നു. ഈ ചെടിക്ക് 4 അടി വരെ വളരെ വേഗത്തിൽ വളരാൻ കഴിയും. എങ്കിലും അതിനുശേഷം വളർച്ച മന്ദഗതിയിലാണ്. ഒരു 12 അടി ഉയരത്തിലെത്തുമ്പോൾ കായ ഉൽപാദനം തുടങ്ങും. ഈ പഴം പക്ഷികൾക്കും മറ്റു വന്യജീവികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ വിലപ്പെട്ട ഒരു ഭക്ഷണ സ്രോതസ്സായി ഇത് മാറുന്നു. സെഡാർബെ ചെറി മിർട്ടേസി കുടുംബത്തിലെ അംഗവും ലില്ലി പില്ലി ബെറിയുടെ റിലേറ്റീവുമാണ്. ഭക്ഷ്യ ആവശ്യത്തിന് ഇത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാവധാനത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടി ആയതിനാൽ ഇത് പ്രൂൺ ചെയ്ത് അലങ്കാര ആവശ്യത്തിനും ഉപയോഗിക്കാം. ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതാണ്. 5 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത കുറ്റിച്ചെടിയോ വൃക്ഷമോ ആണിത്. ദീർഘവൃത്താകൃതിയിലോ കുന്താകൃതിയിലോ തിളങ്ങുന്ന ഇരുണ്ട പച്ച ഇലകളുള്ള ഇടതൂർന്ന ഇരുണ്ട സസ്യജാലവും ഇതിനുണ്ട്. ഈ മരത്തിൽ ചെറിയ വെളുത്ത ക്രീം നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. ഓവൽ മുതൽ ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തണ്ടുകളിലാണ് ഇത് വളർന്ന് കാണപ്പെടുന്നത്. ഈ പൂക്കൾക്ക് സുഗന്ധമുള്ളതും തേനീച്ച, ചിത്രശലഭങ്ങൾ തുടങ്ങിയ പരാഗണങ്ങളെ ആകർഷിക്കുന്നവയുമാണ്. ഈ ചെടിയിൽ ചെറുതും വൃത്താകൃതിയിലുമുള്ള ചെറിയുടെ രൂപത്തിലുള്ള പച്ചപ്പഴങ്ങൾ ഉണ്ടാകുന്നു. പഴുക്കുമ്പോൾ ചുവപ്പ് മുതൽ ഇരുണ്ട പർപ്പിൾ വരെയുള്ള നിറത്തിലും രൂപത്തിലും ഇത് കാണപ്പെടുന്നു. ഏകദേശം 1 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് ഇതിന്. ഇതിന്റെ തൊലി മിനുസമാർന്നതും അതിനുള്ളിലെ മാംസം മൃദുവായ പഴുത്ത ചെറിയുടെ പൾപ്പ് പോലുള്ളതാണ്. ഇതിന് മുന്തിരി, ചെറി, പൈനാപ്പിൾ എന്നിവയുടെ രുചിയോട് സാമ്യമുള്ള മധുരവും പുളിയും കലർന്ന സ്വാദുണ്ട്. ഈ ചെറി സാധാരണയായി ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിലെ ഊഷ്മളമായ താപനിലയിലും നല്ല നീർവാർച്ചയുള്ള മണ്ണിലുമാണ് ഇത് തഴച്ചു വളരുന്നത്. ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ pH നില ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയാണ്. അത് സാധാരണ 5.5-നും 7-നും ഇടയിലാണ്. ഈ ശ്രേണി വൃക്ഷത്തിന്റെ വളർച്ചയ്ക്കും ഫലോൽപാദനത്തിനും നല്ല സാഹചര്യം നൽകും. ഭാഗിക തണലിനേക്കാൾ പൂർണ്ണ സൂര്യപ്രകാശത്തെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. തീരദേശ സാഹചര്യങ്ങളെ സഹിക്കാൻ കഴിയുന്ന ചെടിയായതിനാൽ തീരദേശ പൂന്തോട്ടങ്ങൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമാണ്. ഈ ചെടി നട്ടുവളർത്താൻ താരതമ്യേന കുറഞ്ഞ പരിപാലനം മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു സസ്യം കൂടിയാണിത്. എന്നിരുന്നാലും വരണ്ട സമയങ്ങളിൽ പതിവായി നനയ്ക്കുന്നത് ഫലോൽപാദനം വർദ്ധിപ്പിക്കും. അധികം പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും ഇതിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല ഫലോൽപാദനത്തിനും വേണ്ടി ഇതിന് വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. ചെടി സജീവമായി വളരുന്ന സീസണിൽ സാധാരണയായി വേനൽക്കാലത്തും വസന്തകാലത്തും വളം നൽകാം. ശൈത്യകാലത്ത് വളപ്രയോഗം ഒഴിവാക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK എന്നിവയുടെ 10-ന്റെയോ 20-ന്റെയോ തുല്യ അനുപാതത്തിലുള്ള സമീകൃത വളം ഉപയോഗിക്കാം.
നിങ്ങൾ നൽകുന്ന വളത്തിൽ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ പഴം കായ്ക്കുന്ന മരങ്ങൾക്കായി പ്രത്യേകം രൂപപ്പെടുത്തിയ വളം ഉപയോഗിക്കുക. ചെടിയുടെ വലിപ്പവും പ്രായവും അടിസ്ഥാനമാക്കിയുള്ള വളപ്രയോഗ അളവിന് നിർമ്മാതാവിന്റെ നിർദ്ദേശം പാലിക്കുക. ഇളച്ചെടികൾക്ക് കുറഞ്ഞ അളവിൽ വളവും വലിപ്പവും പ്രായവും അനുസരിച്ച് വളത്തിന്റെ അളവ് കൂട്ടേണ്ടതായി വരും. വളം നൽകുമ്പോൾ ചെടിയുടെ ഇലയും തണ്ടുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി വിതറുക. വളം പ്രയോഗിച്ചതിന് ശേഷം മണ്ണിൽ തുളച്ചു കയറാനും വേരുകളിലെത്താനും മരത്തിന്റെ ചുവട് നന്നായി നനയ്ക്കുക. വളരുന്ന സീസണിൽ 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. സെഡാർബേ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഇവയാണ്: ഫ്രൂട്ട് ഈച്ച, ഫ്രൂട്ട് സ്പോട്ടിംഗ് ബഗ്, കായ് തുരപ്പൻ, ചെതുമ്പൽ പ്രാണികൾ, മുഞ്ഞ, ഫംഗൽ ലീഫ് സ്പോട്ട്, ആന്ത്രാക്നോസ്, വിഷമഞ്ഞ്, വേരുചീയൽ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ലെയർ ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഴങ്ങൾ ഭക്ഷ്യയോഗ്യവും മധുരവും പുളിയും ചേർന്ന രുചിയുള്ളതുമാണ്. ഇത് ഫ്രഷായി കഴിക്കാം, ഫ്രൂട്ട് സലാഡുകളിൽ ചേർക്കാം, ജാം, ചട്നി, ജെല്ലി, പീസ് മുതലായ മധുര പലഹാരങ്ങളിൽ ഉപയോഗിക്കാം. ഈ പഴം ജ്യൂസാക്കി ഉന്മേഷദായകമായ പാനീയം നിർമ്മിക്കാം. അതുകൂടാതെ കോക്ടെയിൽ, സ്മൂത്തികൾ എന്നിവയിലൊക്കെ ചേർക്കാം. വേവിച്ചതും ശുദ്ധീകരിച്ചതുമായ ഒരു സോസാക്കി മധുര പലഹാരങ്ങളുടെ മുകളിലോ മാംസത്തോടൊപ്പമോ കഴിക്കാം. ഫ്രൂട്ട് ആർട്ടുകൾ, മഫിനുകൾ, കേക്കുകൾ എന്നിവയിലോ ഐസ്ക്രീം, തൈര്, സലാഡ് എന്നിവയുടെ ടോപ്പിങ്ങിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതിന്റെ പഴുത്ത ചെറികൾ കേടുകൂടാതിരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. വിളവെടുപ്പിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ഉപയോഗിക്കുക. ചില പ്രദേശങ്ങളിൽ ഈ പഴം ഉണക്കി പിന്നീടുള്ള ഉപയോഗത്തിനായി സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർ ഇത് ഫ്രൂട്ട് ലെയർ നിർമ്മിക്കുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇതിന്റെ പഴത്തിൽ വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. ഈ ചെടിയുടെ ഇലയും പുറന്തൊലിയും ആന്റി ഇൻഫ്ലമേറ്ററിയാണ്, അതുകൊണ്ട് തന്നെ വേദന സംഹാരിയായ ഔഷധവുമാണ്. ചർമ്മത്തിലെ പ്രകോപനങ്ങൾ അല്ലെങ്കിൽ വീക്കം ശമിപ്പിക്കാൻ ഇത് വളരെ കാലം മുൻപ് തന്നെ ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി നിലവിലുണ്ട്. ചില തദ്ദേശീയ സംസ്കാരങ്ങൾ ദഹന സംബന്ധമായ ദഹനക്കേട്, വയറുവേദന, വയറ്റിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് പ്രകൃതിദത്തമായ പ്രതിവിധിയായി ഇത് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ഈ ചെടിക്ക് ആന്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് അണുബാധയെ ചെറുത്ത് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കും. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ സാധൂകരിക്കുന്നതിന് കൂടുതൽ ശാസ്ത്രീയ ഗവേഷണം ആവശ്യമാണെങ്കിലും വിവിധ ഔഷധ ഗുണങ്ങൾക്കായി പല പരമ്പരാഗത സംസ്കാരങ്ങളിലും ഇത് ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഹെർബൽ പ്രതിവിധി പോലെ ഔഷധ ഗുണങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നതിന് മുൻപേ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തിയത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായി ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. സെഡാർബേ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.